ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ബി കൂൾ വിത്ത് പൊന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു പച്ചക്കായ മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 പച്ചക്കായയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു പച്ചക്കായാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നേന്ത്രക്കായ ഉപയോഗിച്ചിട്ടും ഈ ഒരു സെയിം റെസിപ്പി ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. തൊലി മുഴുവനായിട്ടും കളഞ്ഞെടുക്കണ്ട, കട്ടിയായിട്ട് തോന്നുന്ന ഭാഗം മാത്രം ഒന്ന് കളഞ്ഞെടുത്താൽ മതി. അതാ കായൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് തൊലി കളഞ്ഞ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് മുന്നേ ആയിട്ട് ഒരു ബൗളിൽ അല്പം വെള്ളം എടുത്തിട്ട് വെക്കണം. അതിലേക്കാണ് നമ്മൾ ഈ ഒരു കായ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. കാരണം അതിന് ചെറിയൊരു കറ ഉണ്ടാവും, അതൊന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലേക്ക് കട്ട് ചെയ്തിടുന്നത്. ഇതുപോലെ 4ആയിട്ടൊന്ന് കീറിയ ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിതിവിടെ ഇങ്ങനെ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കെല്ലാ പച്ചക്കായ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നേന്ത്രക്കായ ഉപയോഗിച്ചിട്ട് ഈ ഒരു മെഴുക്ക് പുരട്ടി ചെയ്യുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്കിന്നിവിടെ ഈ ഒരു പച്ചക്കായാണ് കിട്ടിയിട്ടുള്ളത്. അതിനെല്ലാ പച്ചക്കായ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാന് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി കടുക് ഒന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് പകുതി സവാളയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയിലും ഇത് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴച്ചെടുക്കണം. സവാള ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴച്ചെടുത്താൽ മതി. അങ്ങനെ ഇതാ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3-4 വെളുത്തുള്ളി തൊലിയോട് കൂടായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇതും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ആ പൊടികളൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പച്ചക്കായ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട. ഈ ഒരു ആവിയിൽ കിടന്നിട്ട് തന്നെ ഇത് നല്ല പോലെ കുക്കായി കിട്ടും. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് അടിക്ക് പിടിക്കും. അതിനതാ ഈ പച്ചക്കായൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള പച്ചക്കായ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഏത് പച്ചക്കായ ഉപയോഗിച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു പച്ചക്കായ മെഴുക്ക് പുരട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരോടും ബായ്.